അമ്പലപ്രാവുകൾ എന്നൊക്കെ പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രാവുകൾ നമ്മുടെ വീടുകളിലും പഴയ കെട്ടിടങ്ങളുടെ മുകളിലും കോട്ടകളിലും ഒക്കെ കൂട് കെട്ടുന്ന ഡൽഹിയിലും മുംബൈയിലുമൊക്കെ നഗര ചത്തുരങ്ങളിൽ ആളുകൾ തീറ്റ കൊടുക്കുന്നതായിട്ട് കാണുന്ന ആ പ്രാവുകളൊന്നും ശരിക്കും വൈൽഡ് പ്രാവുകളല്ല. കൊളുംബിഡ എന്ന പക്ഷി കുടുംബത്തിലാണ് പ്രാവുകൾ ഉൾപ്പെടുക. കൊടും ചൂടുള്ള സഹാറ മരുഭൂമിയിലും അന്റാർട്ടിക് പ്രദേശത്തും ആർട്ടിക് പ്രദേശത്തും ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പ്രാവുകളുണ്ട്. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഭൂമിയിൽ എല്ലായിടത്തും കാണുന്ന ഒരു പക്ഷി കൂടിയാണ് പ്രാവ്. ഈ കൊളുംബിഡ കുടുംബത്തിൽ 51 ജനുസുകളിലായിട്ട് 353 സ്പീഷീസ് ഇനം പക്ഷികളെയാണ് പ്രാവുകളായിട്ട് കണക്കാക്കുന്നത്. നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പരിചിതമായിട്ടുള്ള വംശനാശം വന്നുപോയ ഒരു പക്ഷിയുണ്ടല്ലോ, ഡോഡോ. ആ പക്ഷിയും ഈ കൊളുംബിഡ കുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ പ്രാവ്, ഡോവ് അല്ലെങ്കിൽ പിജിയൻ എന്നൊക്കെ പറയുമ്പോഴൊന്നും ഈ കൊളുംബിഡയിലെ മറ്റ് പലതരത്തിലുള്ള പക്ഷികളെ ഒന്നുമല്ല ഓർക്കുക. അത് നമുക്ക് പരിചിതരായിട്ടുള്ള കുറച്ച് പക്ഷികളെ മാത്രമാണ്. പിജിയൻ എന്ന പേര് വന്നത് പീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക, തുറിച്ചു നോക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന പിപ്പിയോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഡോവ് എന്ന ജർമ്മനിക്ക് പദത്തിൽ നിന്നാവും ഈ ഡൈവ് ചെയ്ത് പറക്കുന്ന സ്വഭാവമുള്ള ഈ പക്ഷിക്ക് അത്തരത്തിലുള്ള ഒരു പേര് കിട്ടാൻ കാരണം. വലിപ്പം കുറഞ്ഞ ഇനങ്ങളെ ഡോവ് എന്നും വലിപ്പം കൂടിയവയെ പിജിയൻ എന്നും പൊതുവായിട്ട് ഇംഗ്ലീഷിൽ പറയാറുണ്ടെങ്കിലും ഇത്തരം ഒരു വിഭജനം എല്ലാ നാട്ടിലും ഇല്ല. കാടുകളിൽ, വന്യതയിൽ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളിലൊക്കെ ജീവിക്കുന്ന റോക്ക് പീജിയൻ എന്ന് വിളിക്കുന്ന കൊളുംബിയ ലിവിയ എന്ന ശാസ്ത്രനാമമുള്ള പ്രാവുകളെയും അതുപോലെ തന്നെ അവയെ പിന്നീട് ഇണക്കിയും മെരുക്കിയും ഒക്കെ പലതരത്തിലുള്ള ബ്രീഡുകൾ ഉണ്ടാക്കി നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന വളർത്തു പ്രാവുകൾ എന്ന് വിളിക്കുന്ന കൊളുംബ ലിവിയ ഡൊമസ്റ്റിക്കയെയും ഒക്കെ നമ്മൾ പ്രാവുകൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇവ രണ്ടും പരസ്പരം ഇണചേർന്നുണ്ടാകുന്ന അല്ലെങ്കിൽ വളർത്തു പ്രാവുകൾ തിരിച്ച് കാടുകളിലേക്ക് പോയി അവിടെയുള്ള പ്രാവുകളായിട്ട് ജീവിതം തുടരുകയും അല്ലെങ്കിൽ അവയുമായിട്ട് ഇണചേർന്ന് പുതിയ തലമുറകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവയെ ഫെറൽ പ്രാവുകൾ എന്നാണ് വിളിക്കുക. നഗരങ്ങളിലും വീടുകളിലും ഒക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള ഫെറൽ പ്രാവുകളും കൂടിയാണ്. അവയാണ് നമ്മൾ സാധാരണയായിട്ട് അമ്പലപ്രാവുകൾ, മാടപ്രാവുകൾ എന്നൊക്കെ വിളിക്കുന്നത്.